അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 യമുന പുറത്തായി. പുതിയ 6 വൈൽഡ് കാർഡ്സ് കയറിയിരിക്കുകയാണ്. അപ്പോൾ 6 പേരും ഒന്നിനൊന്നും മെച്ചപ്പെട്ട മത്സരാർത്ഥികളാണ്. ആരും സേഫ് ഗെയിം കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം അവർ കണ്ടുവരുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും നന്നായി കളിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അവർ പുറത്തുനിന്ന് കണ്ടുവന്ന അവരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. 2 അഭിഷേകുമാരാണുള്ളത്. 2 പേരും പുലികളാണ്. പിന്നെ പൂജ വലിയ കുഴപ്പമില്ല. DJ സിബിൻ അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റ് അവിടെ കൊണ്ടുവരാൻ സാധിക്കും ആൾക്കെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് സായി ഒന്ന് നിരാശപ്പെടുത്തി. നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ആൾക്ക് ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. മുഖം കാണുമ്പോൾ ഭയങ്കര ടെൻഷനുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ നന്നായിട്ട് കളിക്കും. പെട്ടെന്ന് തന്നെ എല്ലാം ഗെയിം പുറത്തെടുക്കണമെന്നില്ലല്ലോ. പിന്നെ നന്ദന ഓവർ സ്മാർട്ടായവർ പലപ്പോഴും മലയാളികൾ അംഗീകരിക്കാറില്ലെങ്കിലും നന്ദന ജാസ്മിനെതിരെ കളിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ നന്ദന ഇതെല്ലാം തോന്നുന്നു വെറുതെ കാണിക്കാൻ വേണ്ടി കുറേ ഓവറാവുന്നുണ്ട്. അപ്പോൾ നന്ദനയുടെ റിയൽ ഫേസ് കാണാൻ എല്ലാവരും ആഗ്രഹിക്കും. അങ്ങനെ എല്ലാവരും അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിഗ് ബോസിന് അകത്തുള്ള അപ്സര, ജാസ്മിൻ ഒഴിച്ച, ജിൻഡോ ഒഴിച്ച പിന്നെ ബാക്കി ആരും ഫൈനൽ 5 എത്തുമെന്ന് തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അത്ര ഇറങ്ങി കളിക്കണില്ല. എപ്പോഴും വഴക്കാണ് അവർ കൂടുന്നത്. അല്ലാതെ ഒരു കളിയായിട്ട് അവരൊന്നും ഋഷിക്കൊന്നും പറ്റുമെന്ന് എനിക്ക് തീരെ തോന്നില്ല. കാരണം ഒരാൾ എടുത്തു പറഞ്ഞു ഋഷി BB മെറ്റീരിയൽ അല്ല എന്ന്. അപ്പോൾ ഋഷി അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അൻസിബിയെ കട്ടിൽ റാണിയെന്ന് സായി വിളിക്കുന്നുണ്ട്. ജാൻമണീനെ എല്ലാവരും കെട്ടുന്നങ്ങട്ട് വറുത്ത് കോരുന്നുണ്ട്. ജാസ്മിനെ ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്ന് മറ്റേ അഭിഷേകിൽ ഒരാൾ പറയുന്നുണ്ട്. അതൊക്കെ സായി പുറത്തുള്ള എല്ലാ കാര്യവും ജാസ്മിനോട് പറഞ്ഞു കേട്ടോ. അതൊക്കെ കേട്ടിട്ടും പുള്ളിക്കാരി അതൊക്കെ മനസ്സിലടക്കി കരയുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്നാലും അതൊക്കെ മനസ്സിലടക്കി പിന്നെയും ഗെയിമിലേക്ക് ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും വലിയ പുലി ജാസ്മിൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ജാസ്മിനെ കുറിച്ച് നെഗറ്റീവാണ് പറഞ്ഞത്. ജാസ്മിൻ ഗബ്രിയും എല്ലാം സഹിക്കുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ എന്നിട്ടും അവിടെ ഗെയിമിലിറങ്ങി എന്തും മുഖത്ത് നോക്കി വിളിച്ച് പറയാൻ ധൈര്യമുള്ള ഇപ്പോൾ ഉള്ളവരിൽ നല്ലത് ജാസ്മിൻ തന്നെയാണ്. അപ്സരനെ എല്ലാവരും അടിപൊളി ഗെയിമർന്ന് വിളിച്ചത് കൊണ്ട് തന്നെ അപ്സരയ്ക്ക് ഇനി അഹങ്കാരം കൂടാൻ അത് സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിന് അപ്സരയുടെ ഗെയിമിനെ താഴ്ത്തി കെട്ടാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോഴത്തെ എപ്പിസോഡിൽ പറയാനുള്ളത്. ഇന്നിനി വലിയ അടിയൊക്കെ നന്ദനയും ജാസ്മിനും തമ്മിലുണ്ടാകുന്നുണ്ട്. പിന്നെ അവർ തമ്മിലൊരു എന്തൊരു പുതിയൊരു ടാസ്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ DJ സിബിൻ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജിൻഡോനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്സരയാണ് നല്ല ഗെയിമർ എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം ജിൻഡോനെയാണെന്ന് തോന്നുന്നു. എല്ലാവരും അല്ല, കുറേ പേർക്കൊക്കെ. അപ്പോൾ ജിൻഡോനെ ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് അഭിഷേകിന് ഇപ്പം തന്നെ ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. അഭിഷേകിന് ആർക്കും. പിന്നെ സായിനെ കുറിച്ച് സീക്രട്ട് ഏജൻറ്റിനെ പറ്റി എല്ലാവർക്കും നല്ല പ്രതീക്ഷയായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അവിടെ അത്രയ്ക്കും പ്രതീക്ഷ പുലർത്തുന്നില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ നന്നായി വരുമായിരിക്കും. അഭിഷേകുമാർ 2 ആൾ നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് കണ്ടത് വെച്ച് തോന്നിയത്. പിന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇവരുടെയൊക്കെ കളി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ഇനിയെങ്കിലും സീസൺ 6 ഒരു അടിപൊളിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.